ഹലോ കുട്ടികളെ, അപ്പം +1 ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 40 മാർക്ക് കിട്ടും. ഓക്കെ, അതിന്റെ പ്രഡിക്ഷൻ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 100% ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടിയിരിക്കും. കുറെ കുട്ടികൾ ചോദിച്ചു, സാറേ പ്രഡിക്ഷൻ പറയാം അല്ലേ ശ്രീ സാറേ? ഇത് വരത്തില്ലേ സാറേ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ സാർ നോക്കി പറഞ്ഞു. ശ്രീ സാറേ നമുക്ക് നോക്കാം, ഫസ്റ്റ് നോക്കാം. നമുക്ക് ആദ്യം പോയം അപ്രീസിയേഷൻ നമുക്ക് നോക്കാം. പോയം അപ്രീസിയേഷനിൽ ആദ്യം ഞാൻ എന്റെ ഒരു ടേക്ക് പറയാം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡെത്ത് ദ ലെവലർ അല്ലെങ്കിൽ ഇഫ് ചോദിക്കാനാണ് എൻ്റെ ഒരു. സാർ ഒന്നേ പറയാൻ പറ്റും. എനിക്ക് 2 ഇരിക്കട്ടെ, ഒരു സേഫ് ഓപ്ഷൻ കൂടെ വേണ്ടേ? അപ്പൊ 2 ഇരിക്കട്ടെ. ഡെത്ത് ദ ലെവലർ ഞാൻ ഇഫ് എടുത്തു. ശ്രീ സാറേ അത് പറയുന്നത് ഞാൻ ഇതില് വരാൻ സാധ്യതയില്ലാന്ന് തോന്നുന്ന 2 സ്ലീപ്പ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് വരുന്നതാണ്. അത് വന്നിരിക്കും 2 സ്ലീപ്പ്. അങ്ങനെ നോക്കി വെച്ചാൽ 2 സ്ലീപ്പ് നാളെ വരും. നന്നായിട്ട് അറിയാം. അത് വരും. 2 സ്ലീപ്പ് ഞാൻ പിയൂണിനെ വിട്ട് എടുപ്പിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് ഇഫ് നാളെ വന്നിരിക്കും. ഈ സാറിന് പ്രിഡിക്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. കാരണം ഈ സാറ് മറ്റേ ടെലിഫോണിക് കോൺഫിഗറേഷൻ എന്തൊക്കെ പറയണ സാറാണ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറല്ല, അറിയാല മക്കളെ വന്നിരിക്കും. വരൂല 2 സ്ലീപ്പ് വരൂല. അപ്പൊ ഞാൻ ശരത് സാറിന് വേണ്ടിട്ട് ഞാൻ എന്തായാലും ഇപ്പൊ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ ഞാൻ പറയാം. ഒരു ഓപ്ഷൻ കൂടെ ഞാൻ എടുക്കുന്നു. ഞാൻ സൺറൈസ് ഓൺ ദ ഹിൽസ് ശരത് സാറിന് വേണ്ടിട്ട് ഒരു ഓപ്ഷൻ ഞാൻ 2 സ്ലീപ്പ് തന്നെയാ പറയുന്നത്. ഞാൻ ശരത് സാറിന് വേണ്ടിട്ട് ഞാൻ ഇത് കൊടുക്കുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ ശരത് സാറിന്റെ ക്രെഡിറ്റ് ആയിട്ട് എടുത്തോട്ടെ. ഞാൻ എടുത്തേ. ടൈറ്റാനിക്കിന്റെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനെങ്കിൽ നോക്കി വെച്ചോ കേട്ടോ. ഓക്കെ, ടൈറ്റാനിക്കിന്റെ സിനിമയും സാറിന് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മള് ക്യാരക്ടർ സ്കെച്ചില് അതും ഞാൻ ആദ്യം പറയാം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ മാഗി അല്ലെങ്കിൽ ഗുപ്ത ആയിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം. മാഗി ഓർ ഗുപ്ത ആണ് ഞാൻ ചാൻസ്. ശ്രീ സാർ ഏത് പറയുന്നു? ഇതില് ഗുപ്ത നാളെ ഗുപ്ത ഗ്രറ്റ എഴുതി വെച്ചോ. ചാപ്റ്റർ എന്താ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ്? വിശ്വസിക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത എസ്സേക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകൾ കുറച്ച് ടോപ്പിക് ഇട്ടിട്ടുണ്ട്. അത് ഏത് വരുമോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ പോകുന്നത് എസ്സേക്ക്. അപ്പൊ ആദ്യം ശരത് സാർ പറയട്ടെ. കുട്ടികളെ, വയനാടിന്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളത് ഒരു കുട്ടി എന്നെ കമന്റും ചെയ്തന്നെ. അപ്പൊ കറക്റ്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് എഴുതാൻ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് സൈബർ സ്പേസ് ആണ്. പക്ഷെ എന്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധി അപ്പൂപ്പന്റെ പാഠത്തിൽ നിന്നായിരിക്കും ഉറപ്പായിട്ടും. ഇനി ഞാൻ പറയാം. ഞാൻ എപ്പോഴും 2 ഓപ്ഷൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ റിലവൻസ് ഓഫ് ഗാന്ധി പ്രിൻസിപ്പിൾസ് എടുക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്റർനെറ്റോ അല്ലെങ്കിൽ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ടെക്നോളജി ഇത് ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ടോപ്പിക് വരാനും കൂടെ ഞാൻ ഒരു പോസിബിലിറ്റി പറയുന്നുണ്ട്. ഓക്കെ, മക്കളെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുവുള്ളൂ. നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഇത് നമ്മൾ ആര് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഗാന്ധിയുടെ പാഠത്തിൽ തന്നെ ആയിരിക്കും മിക്കവാറും നാളെ അകത്തായിരിക്കും ഗാന്ധിയുടെ പാഠത്തിൽ. ഗാന്ധി ഒന്ന് ശ്രീ സാറ്. ഓക്കെ, എന്റെ കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അടുത്ത സ്പീച്ചിന്റെ ടോപ്പിക്കാണ്. അത് ഞാൻ ആദ്യം പറയാം. ഗാന്ധി പ്രിൻസിപ്പിളെ വരുള്ളൂ. ഗാന്ധിയുടെ ചാപ്റ്ററിന്റെ പേര് ഗാന്ധി പ്രിൻസിപ്പിൾ ഔട്ട് ഓഫ് സിലബസ് ഗാന്ധി പ്രിൻസിപ്പിൾ സ്പീച്ച് വന്നിരിക്കുന്നു. അതോയിക്കോ ഒരു എന്റെ ഒരു അഭിപ്രായത്തില് ഒരു മോട്ടിവേഷണൽ സ്പീച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഗാന്ധി പ്രിൻസിപ്പിൾ പോസിബിലിറ്റി ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞു. അത് ഒരാൾ എടുത്തല്ലോ, എന്തായാലും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ അത് പോയി. ഇനി ഒരു ഇൻട്രോഡക്ടറി സ്പീച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഗാന്ധിയുടെ തീം വെച്ചിട്ട് തന്നെ വന്നിരിക്കും. നിങ്ങൾ ചെവി ഇതെല്ലാം ടെലിഫോണിക് കോൺവെർസേഷൻ ടെലിഫോണിക് കോൺഫിഗറേഷൻ എന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, വിമൻ എംപവർമെന്റ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിലുണ്ട്. സീക്രട്ട് അഡ്രസ് ഓഫ് കണ്ടാം എന്ന് പറയുന്ന ചാപ്റ്റർ. പയ്യന് മനസ്സിലാക്കാം, പയ്യന് സാരം അറിയത്തില്ല. ടെക്നോളജി ഇന്റർനെറ്റും കൂടെ നോക്കിയോ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ചോദിച്ചാൽ നിങ്ങൾ കഴിഞ്ഞിട്ട് എഴുതുന്ന എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ജിപിടി കൊണ്ടല്ലേ എഴുതി തള്ളിക്കോ. ഓക്കെ, അപ്പം നമ്മള് ഈ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻട്രോഡക്ടറി സ്പീച്ച് നിങ്ങൾ ഈ സ്പീച്ചിന്റെ ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യണ്ട. അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, ഒരു പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ല. എന്നാലും ഒരു വ്യക്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ഒരു പേഴ്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ചിലപ്പോൾ നിങ്ങളുടെ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അതിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു. ആ ഗസ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന സ്പീച്ചാണ്. മേ ബി അതൊരു ഫിലിം ആക്ടർ ആവാം, ഒരു സ്പോർട്സ് പേഴ്സൺ ആവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സയന്റിസ്റ്റ് ആവാം, ഹൂവർ ഇറ്റ് മേ ബി. ഓക്കെ, ആരായാലും നമുക്ക് അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഓക്കെ, അപ്പം ഇത്രയും സാധനം നിങ്ങൾ നോക്കുക. അപ്പം ഇത്രയും ടോപ്പിക്ക് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ,
ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നാളെ ഷുവറായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കാൻ നേരത്ത് ഇതും കൂടെ ഒന്ന് പഠിച്ചെന്ന് ഉറപ്പ് വരുത്തട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ വീഡിയോസ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ ഡിസ്കോസ് ഐറ്റംസിൻ്റെയും വീഡിയോസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. എല്ലാ ഡിസ്കോസ് ഐറ്റംസിൻ്റെയും വീഡിയോസിന്റെ ലിങ്ക്, ഗ്രാമർ നിങ്ങൾ ചോദിച്ച എഡിറ്റിംഗ്, റിപ്പോർട്ടഡ് സ്പീച്ച്, നിങ്ങൾ ചോദിച്ച പ്രധാനപ്പെട്ട സാധനങ്ങൾ. കോൺകോഡ് ഇമ്പോർട്ടന്റ് ആണ്, മക്കളെ പഠിച്ചിട്ടേ പോവാം. കോൺകോഡ് ക്വസ്റ്റ്യൻ കിട്ടും, പഠിച്ചിട്ടേ പോവാം. ഞാൻ പറഞ്ഞത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കൈ ഇരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇത് കണ്ടോ നിങ്ങള്? ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് ആണ് കണ്ടോ? അപ്പൊ കുട്ടികളെ പഠിച്ചാൽ ഈ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡിസ്കോസ് ഐറ്റവും ഗ്രാമറിന്റെ വീഡിയോസിന്റെ ലിങ്ക് ഉണ്ട്. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഫുൾ മാർക്ക് വാങ്ങിക്കുക. ഓൾ ദി ബെസ്റ്റ്. കുട്ടികളെ ഇതൊരു പ്രഡിക്ഷൻ വീഡിയോ അല്ല, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസ്കോഴ്സസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് പറയുന്ന വീഡിയോ ആണ്. നിങ്ങൾ വെറുതെ നമ്മളെ വന്ന് ഊക്കരുത്, സാറന്മാരെ സഭയെ കളയുന്നത് പറയരുത്. എടാ നിങ്ങള് പഠിച്ച് ഇത്രയും ടെൻഷനായിട്ടൊക്കെ ഇരിക്കുകയല്ലേ, നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാം ആണ്, അതിന്റെ ഒരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് കാണും. നിങ്ങളൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഒരു കണ്ടന്റും കൂടെ, ഈ ഒരു ലെവലിൽ ഒരു കണ്ടന്റും കൂടെ നമ്മൾ തരും. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് മൈൻഡ് ഫ്രീ ആവാൻ വേണ്ടിയാണ് മക്കളെ. നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ചിരിച്ച് ഒരു ഹാപ്പിനെസ് ഒക്കെ വരുമ്പോൾ മൈൻഡ് ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ തലക്കത്തോട്ട് കയറും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഫണ്ണി ആയിട്ട് എടുക്കുക. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഫണ്ണിയായിട്ട് എടുക്കണ്ട, ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് കിട്ടും. ശ്രീയൻ സാറിന് ഇവിടെ നല്ല പിടി, അങ്ങ് കുമ്പത്താണ് പിടി. ഇംഗ്ലീഷ് ഫിസിക്സ് ഫസ്റ്റ് പേപ്പർ കിട്ടി.